UDF മേഖലാ ജാഥകൾ മാറ്റിവെക്കണമെന്ന KM മാണിയുടെ ആവശ്യം കോൺഗ്രസ് തള്ളി. ആരുടെയും ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ലെന്നും നിശ്ചിത സമയത്തു തന്നെ ജാഥകൾ നടക്കുമെന്നും KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. സർക്കാർ ശരിയായ വഴിയിലൂടെ അല്ല പോകുന്നതെന്ന് KPCC യോഗത്തിൽ സുധീരൻ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തലയും യോഗത്തിൽ വ്യക്തമാക്കി. MP വീരേന്ദ്രകുമാറിന്റെ പാലക്കാട് തോൽവിയെക്കുറിച്ചുള്ള ഉപസമിതി റിപ്പോർട്ട് UDF കൺവീനർ PP തങ്കച്ചൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കൈമാറി. ബാർക്കോഴയിൽ അന്വേഷണം പൂർത്തിയായതിനു ശേഷം മേഖലാ ജാഥകൾ നടത്തിയാൽ മതിയെന്ന മാണിയുടെ നിർദ്ദേശം കോൺഗ്രസ് തള്ളി. KPCC നിർവാഹക സമിതി ചേരുന്നതിനു മുമ്പ് മുതിർന്ന നേതാക്കൾ KM മാണിയുടെ നിർദ്ദേശം ചർച്ച ചെയ്തു. ജാഥ മാറ്റിവെക്കാമെന്ന സൂചനയോടെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇതിനെതിരെ VM സുധീരനും VD സതീശനും കടുത്ത നിലപാടെടുത്തു. ജാഥ മാറ്റിവെച്ചാൽ കോൺഗ്രസ് ഉണ്ടാകില്ലെന്ന് സതീശൻ തുറന്നടിച്ചു. ആരുടെയും സമ്മർദ്ദത്തിനു വഴങ്ങി ജാഥയുടെ തീയതി മാറ്റാനാകില്ലെന്ന് VM സുധീരനും നിലപാടെടുത്തു. തുടർന്ന് ചേർന്ന KPCC യോഗത്തിലും നേതാക്കൾ ഈ നിലപാട് ആവർത്തിച്ചു. ആരുടെയും അമിത സമ്മർദ്ദത്തിന് വഴങ്ങാനാകില്ലെന്ന് സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതായത് UDFന്റെ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്, അതല്ലാണ്ട് ഏകപക്ഷീയമായ തീരുമാനമല്ലല്ലോ. UDFലെ എല്ലാ കക്ഷികളുടെയും നേതാക്കൾ, ഏറ്റവും പരമോന്നത നേതാക്കൾ പങ്കെടുത്ത് തയ്യാറാക്കിയ ഒരു UDFന്റെ ഒരു മേജർ പ്രോഗ്രാമാണത്. ആ പ്രോഗ്രാമിലൊന്നും ആരെങ്കിലും വിട്ടുനിൽക്കും മാറി നിൽക്കും എന്ന് കരുതുന്നത് ഒട്ടും ശരിയല്ല. ചൊവ്വാഴ്ച ചേരുന്ന UDF കക്ഷി നേതാക്കളുടെ യോഗത്തിൽ കോൺഗ്രസ് നിലപാടറിയിക്കും. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും യോഗത്തിൽ VM സുധീരൻ വിമർശിച്ചു. ശരിയായ ദിശയിലല്ല സർക്കാരിൻ്റെ പോക്ക്. മന്ത്രിമാരുടെ ഓഫീസിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. ബാർക്കോഴയിൽ അന്വേഷണം ഇഴയുകയാണെന്ന A ഗ്രൂപ്പിൻ്റെ വിമർശനങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി മറുപടി നൽകി. വിജിലൻസ് സ്വതന്ത്ര ഏജൻസിയാണ്, സമ്മർദ്ദം ചെലുത്താൻ ആരും ശ്രമിക്കേണ്ടെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. പാലക്കാട് വീരേന്ദ്രകുമാറിന്റെ തോൽവിയിൽ 4 കോൺഗ്രസ് നേതാക്കൾക്കെതിരായ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന ഉപസമിതി റിപ്പോർട്ട് കൺവീനർ PP തങ്കച്ചൻ മുഖ്യമന്ത്രിക്ക് കൈമാറി. MR സജേഷ്, തിരുവനന്തപുരം. ബാർക്കോഴ അന്വേഷണത്തിൽ വിജിലൻസ് അന്വേഷണ സംഘം ജോസ് K മാണിയുടെയും KM മാണിയുടെ ഭാര്യ കുട്ടിയമ്മയെയും ചോദ്യം ചെയ്യും. അന്വേഷണത്തിനൊടുവിൽ ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയും രേഖപ്പെടുത്തും. അടുത്ത ആഴ്ചയോടെ PC ജോർജിന്റെയും മൊഴിയെടുക്കും. കൂടുതൽ സാഹചര്യ തെളിവുകൾ പുറത്തു വന്നാൽ KM മാണിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. എന്നാൽ തൊണ്ടി മുതലായ കോഴപ്പണം ഇനിയും കണ്ടെടുക്കാൻ വിജിലൻസിന് ആയിട്ടുമില്ല. ബാർക്കോഴ കേസ് അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ ഇനിയും 1 മാസത്തിലേറെ വേണ്ടിവരുമെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബാർ ഉടമകൾ തന്നെ വന്ന് കണ്ടിട്ടില്ലെന്ന് നേരത്തെ വിജിലൻസിൽ മൊഴി കൊടുത്ത KM മാണി ഇന്നലെ ചോദ്യം ചെയ്യലിൽ മലക്കം മറിഞ്ഞത് കേസിലെ നിർണായക വഴിത്തിരിവാവും. സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന 2014 ഏപ്രിൽ 2-ന് രാജ്കുമാർ ഉണ്ണി, ഡ്രൈവർ അമ്പിളി എന്നിവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ നന്ദൻകോട്ടെ മന്ത്രിമന്ദിരത്തിനടുത്താണെന്ന് വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ സമയം KM മാണിയും മന്ത്രിമന്ദിരത്തിലുണ്ടായിരുന്നുവെന്ന് ഇന്നലെ മാണി തന്നെ സമ്മതിച്ചതോടെ കുരുക്ക് മുറുകും. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ അഭിഭാഷകൻ കൂടിയായ KM മാണി പല ഉത്തരങ്ങളും നൽകിയത് ചിന്തിച്ചാലോചിച്ചുറപ്പിച്ചാണ്. മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ പ്രായാധിക്യവും ഓർമ്മക്കുറവും ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു മാറാനും ശ്രമിച്ചു. ഇടയ്ക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭാ അംഗങ്ങൾ കൂട്ടായെടുത്ത തീരുമാനത്തിൽ താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകുമെന്ന മറുചോദ്യവും ഉന്നയിച്ചു. KM മാണിയെ സല്യൂട്ട് ചെയ്ത ശേഷമാണ് അന്വേഷണ തലവൻ സുകേശൻ KM മാണിക്ക് മുന്നിൽ ഇരുന്നത്. മൊഴിയെടുപ്പ് 40 മിനിറ്റ് നീണ്ടുനിന്നു. 2014 മാർച്ച് 22-ന് ജോൺ കല്ലാട്ട്, സാജു ഡൊമിനിക്, പോളക്കുളം കൃഷ്ണദാസിൻ്റെ ഡ്രൈവർ ശ്രീജിത്ത് എന്നിവർ പാലയിലെ വസതിയിൽ എത്തിയിരുന്നോ എന്നാവും ഇനി വിജിലൻസ് പരിശോധിക്കുക. അന്ന് പണം കയ്യിൽ വാങ്ങിയ മാണി ഭാര്യയായ കുട്ടിയമ്മയെ പണമടങ്ങിയ ബാഗ് ഏൽപ്പിച്ചു എന്നാണ് ബാർ ഉടമ സാജു ഡൊമിനിക് വിജിലൻസിന് നൽകിയ മൊഴി. ഇതിൻ്റെ സാധുത പരിശോധിക്കുന്നതിന് കുട്ടിയമ്മയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് ആലോചിക്കുന്നുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രം ജോസ് K മാണിയെ ചോദ്യം ചെയ്താൽ മതിയെന്നാണ് സുകേശന് വിജിലൻസ് ഉന്നതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കൂടാതെ സ്വന്തം മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തണമെന്ന PC ജോർജിൻ്റെ ആവശ്യവും വിജിലൻസ് പരിഗണിക്കും. കേസിൻ്റെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നും ബാറുകൾ പൂട്ടാനിടയായ സാഹചര്യത്തെപ്പറ്റിയും 2014-ലെ മദ്യനയത്തെപ്പറ്റിയും വിവരങ്ങൾ തേടി മൊഴി രേഖപ്പെടുത്താൻ വിജിലൻസ് ആലോചിക്കുന്നുണ്ട്. ഇതിനുശേഷമാവും KM മാണിയെ വിജിലൻസ് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുക. ഭാര്യയായ കുട്ടിയമ്മയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചാൽ KM മാണി പ്രതികരിക്കുന്നത് എങ്ങനെയാവുമെന്ന ഭയം UDF നേതൃത്വത്തിനുണ്ട്. എന്നാൽ അന്വേഷണത്തിൽ ഒരു മയവും വേണ്ട എന്ന ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് UDFൽ പുതിയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. സംഭവം നടന്നതായി പറയപ്പെടുന്ന 2 വസതികൾ റെയ്ഡ് ചെയ്ത് തൊണ്ടി മുതലായ കോഴപ്പണം പിടിച്ചെടുക്കാനായില്ലെങ്കിൽ കേസ് കോടതിയിൽ നിലനിൽക്കില്ല. ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം അന്വേഷണ സംഘത്തിനുണ്ടോ എന്നാണ് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. വിജിലൻസ് തന്നെ ചോദ്യം ചെയ്തതിൽ അസ്വാഭാവികതയായി ഒന്നുമില്ലെന്ന് മന്ത്രി KM മാണി. തന്റെ ഭാഗം കേൾക്കുക മാത്രമാണ് വിജിലൻസ് ചെയ്തതെന്നും KM മാണി കോട്ടയത്ത് വ്യക്തമാക്കി.
ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ അടുത്ത ദിവസം എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിക്കുന്നുണ്ട്. ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും. ഭാഗം കേൾക്കുന്നതിന് വേണ്ടി അതൊരു അസാധാരണമായ നടപടിയല്ല. ഒരു കേസുണ്ടായാൽ അസാധാരണമായ നടപടിയല്ല. ഒരു കേസുണ്ടായാൽ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള ഒരു അവസരം എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ബാർക്കോഴ കേസിലെ വിജിലൻസ് അന്വേഷണം തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുകയില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ആ ഉറപ്പ് ലംഘിച്ചിരിക്കുകയാണെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. അഴിമതിക്കെതിരെ R ബാലകൃഷ്ണപിള്ളയുമായി മാത്രമല്ല ആരുമായും സഹകരിക്കുമെന്നും VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. ഈ വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്ന അന്വേഷണ സംവിധാനം വെറും തട്ടിപ്പാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് ചോദിച്ചപ്പോൾ ഇന്നുള്ള വിജിലൻസിൻ്റെ യാതൊരു ഉദ്യോഗസ്ഥന്മാരെയും യാതൊരു കാരണവശാലും മാറ്റുന്നതല്ല എന്ന് സഭയ്ക്കാണ് ഉമ്മൻചാണ്ടി ഉറപ്പ് നൽകിയത്. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം ഓർക്കുമല്ലോ. അതാണ് ഇപ്പം ലംഘിച്ചിരിക്കുന്നത്. പാലക്കാട് തോൽവിയെക്കുറിച്ച് അന്വേഷിച്ച UDF ഉപസമിതി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തെറ്റെന്ന് DCC സെക്രട്ടറി P. ബാലഗോപാൽ. തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഒന്നും തനിക്കുണ്ടായിരുന്നില്ലെന്നും ബാലഗോപാൽ പാലക്കാട്ട് അറിയിച്ചു. ഓഫീസിന്റെ ചുമതല എന്നെ ഏൽപ്പിക്കുകയോ ഞാൻ ഓഫീസ് ചുമതലയുള്ള ഭാരവാഹിയോ ആയിരുന്നില്ല. 2, മെറ്റീരിയൽ സപ്ലൈ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു കാര്യം. മെറ്റീരിയൽ സപ്ലൈ ചെയ്തത് പൂർണ്ണമായും ജനതാദളിന്റെ പ്രവർത്തകരും മാതൃഭൂമിയുടെ ജീവനക്കാരുമാണ്. സ്ഥാനാർത്ഥിയുടെ പരിഗണനത്തിൽ ഞാൻ വഴിതിരിച്ച് വിടാൻ ശ്രമിച്ചു. എനിക്കത് വളരെ രസകരമായാണ് തോന്നിയത്. കാരണം ഈ നിയമനത്തിൽപ്പെടുന്ന 3 MLA മാർ UDFിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ, ജനറൽ കൺവീനർ, സ്ഥാനാർത്ഥിയുടെ മകനും MLA ശ്രീ ശ്രേയംസ് കുമാർ ഉൾപ്പെടെയുള്ള നേതൃനിര ഇരുന്നാണ് പരിഗണനം സംബന്ധിച്ച പരിപാടി നിശ്ചയിച്ചിരുന്നത്. മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളി പിടിയിൽ. മഹാരാഷ്ട്ര ATS ആണ് പൂനെയിൽ നിന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. 75-ലെ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയും മാവോയിസ്റ്റ് ബുദ്ധി കേന്ദ്രവുമാണ് മുരളി കണ്ണമ്പിള്ളി. മാവോയിസ്റ്റ് സംഘടനകളുടെ പ്രത്യയശാസ്ത്ര ചുമതലയുള്ള മുതിർന്ന നേതാവാണ് മുരളി കണ്ണമ്പിള്ളി. പൂനെയിൽ വെച്ച് മഹാരാഷ്ട്ര പോലീസിന്റെ നക്സൽ വിരുദ്ധ സേനയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അടിയന്തരാവസ്ഥക്കാലത്ത് മുക്കം REC കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന നക്സലുകളിൽ പ്രമുഖനായിരുന്ന മുരളി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട രാജന്റെ സഹപാഠിയായിരുന്നു. എറണാകുളം സ്വദേശിയായ മുരളിയെ ഉന്നത വിദ്യാഭ്യാസത്തിനായാണ് മാതാപിതാക്കൾ കോഴിക്കോട്ടേക്ക് അയച്ചതെങ്കിലും മുരളി തെരഞ്ഞെടുത്തത് സായുധ വിപ്ലവത്തിന്റെ പാതയായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്ന മുരളി കണ്ണമ്പിള്ളി ദീർഘകാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കേരള പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. രൂപേഷിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മാവോയിസ്റ്റ് പ്രവർത്തനം സജീവമായ ഘട്ടത്തിൽ മുരളിയെക്കുറിച്ചും തീവ്രവാദ വിരുദ്ധ സേന അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇയാൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലടക്കം സന്ദർശനം നടത്തിയതായും പോലീസിന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ കാർഷിക ഭൂബന്ധങ്ങളെക്കുറിച്ച് അഗാധമായ അറിവുണ്ടായിരുന്ന മുരളി വ്യാജ പേരിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു. മുരളിക്കൊപ്പം മാവോയിസ്റ്റ് അനുഭാവിയായ CP ഇസ്മായിലിനെയും മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. ആറന്മുള വിമാനത്താവളം പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലെന്ന് KGS ഗ്രൂപ്പ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ പ്രോജക്ട് മോണിറ്ററിംഗ് ഗ്രൂപ്പ് ഇത് ഏറ്റെടുത്തിട്ടുണ്ടെന്നും KGS ഗ്രൂപ്പ് പത്തനംതിട്ടയിൽ അറിയിച്ചു. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ പ്രോജക്ട് മോണിറ്ററിംഗ് ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുമെന്ന് KGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജെജി ജോർജ് വ്യക്തമാക്കി. പദ്ധതി പ്രോജക്ട് മോണിറ്ററിംഗ് ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ പ്രൊജക്ട് പ്രധാനമന്ത്രിയുടെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് മോണിറ്ററിംഗ് ഗ്രൂപ്പ് PMG പ്രൊജക്ട് മോണിറ്ററിംഗ് ഗ്രൂപ്പിൽ കേരളത്തിൽ നിന്ന് ഏതാണ്ട് തിരഞ്ഞെടുത്ത 3-4 മേജർ പ്രൊജക്ട്സിനകത്ത് നമ്മുടെ പ്രൊജക്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ വകുപ്പ് അനുമതി പിൻവലിച്ചത് സാങ്കേതികം മാത്രമാണെന്നും ഹരിത ട്രൈബ്യൂണൽ പരിസ്ഥിതി അനുമതികൾ റദ്ദാക്കിയതോടെ സാങ്കേതികമായി മറ്റു വകുപ്പുകളിൽ നിന്ന് ലഭിച്ച അനുമതികൾ നിലനിൽക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പരിസ്ഥിതി മന്ത്രാലയം വീണ്ടും നൽകിയിരിക്കുന്ന പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിന് ശേഷം കമ്പനിക്ക് പരിസ്ഥിതി അനുമതി ലഭിക്കുകയാണെങ്കിൽ മറ്റനുമതികൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കഴിഞ്ഞ 5-ാം തീയതി കൂടിയ അവലോകന യോഗത്തിലും അതവർ റീഇറ്ററേറ്റ് ചെയ്യാനുണ്ടായി. എല്ലാം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊജക്റ്റ് ഓപ്പറേഷൻ, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റഡി നടത്തി ഫൈനൽ അപ്രൂവൽ വെച്ച് നിങ്ങൾ അത് പ്രൊസീഡ് ചെയ്യണം. ബാക്കിയെല്ലാം വി വിൽ ടേക്ക് കെയർ ഓഫ് ദ റെസ്റ്റ് എന്നുള്ള ഒരു രീതിയിലുള്ളൊരു
അഷ്വറൻസ് ആണ് അന്ന് കിട്ടിയത്. കഴിഞ്ഞ 5-ാം തീയതി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിളിച്ചു ചേർത്ത ഉന്നതാധികാര സമിതിയുടെ യോഗത്തിലും പദ്ധതി പരിഗണിച്ചിരുന്നു. ഈ യോഗത്തിൽ വിമാനത്താവളത്തിനായി വാദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയ ചീഫ് സെക്രട്ടറിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിക്കെതിരെ ഉയരുന്ന ആശങ്കകൾ അസ്ഥാനത്താണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. SSLC ഫലപ്രഖ്യാപനത്തിൽ വ്യാപക തെറ്റുകൾ പറ്റിയെന്ന് DPI. മൂല്യനിർണ്ണയത്തിലും ഫലപ്രഖ്യാപനത്തിലും വീഴ്ച പറ്റിയെന്ന് DPIയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തവണത്തെ SSLC പരീക്ഷാഫലത്തിൽ വ്യാപകമായി അപാകതകളുണ്ടായത് സംബന്ധിച്ചാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ഗോപാലകൃഷ്ണ ഭട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഫലപ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും വീഴ്ച പറ്റിയതായി DPIയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ശേഖരിച്ചതിലും പരീക്ഷാഭവൻ മാർക്ക് രേഖപ്പെടുത്തിയതിലും അവ അപ്ലോഡ് ചെയ്തതിലും പിഴവുകളുണ്ടായി. ഇതിനു പുറമെ സോഫ്റ്റ്വെയറിലും സെർവറിലും തകരാറുണ്ടായപ്പോൾ അപാകതകൾ വ്യാപകമായതായി റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ടിൽ ആരെയും പേരെടുത്ത് പരാമർശിക്കുകയും ആർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്യുന്നുമില്ല. വീഴ്ചകൾ സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. SSLC പരീക്ഷാഫലത്തിൽ അപാകതകളുണ്ടായപ്പോൾ വിവിധ തലങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും DPIയും വിശദീകരിച്ചിരുന്നു. എന്നാൽ ഫലപ്രസിദ്ധീകരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കുന്നതാണ് DPIയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.